പുഷ്പ 2 റിലീസിനിടെ തിക്കും തിരക്കിലും പെട്ട സ്ത്രീ മരിച്ച കേസിൽ ഇന്ന് അല്ലു അർജുനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അല്ലു അർജുന്റെ സ്വകാര്യ സുരക്ഷാ ജീവനക്കാരൻ ആന്റണിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപകടമുണ്ടായ ദിവസം തിയേറ്ററിൽ ആരാധകരെ വടി ഉപയോഗിച്ച് ബൗൺസർമാർ തല്ലുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തായതിന് പിന്നാലെയാണ് അറസ്റ്റ്. അതിനിടെ സന്ധ്യ തിയേറ്ററിലെ പുതിയ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം അല്ലു അർജുൻ വീട്ടിലേക്ക് മടങ്ങി. KB ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇത് ഏത് സമയത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ CCTV ദൃശ്യങ്ങൾ അത് ഏത് സമയത്തെ CCTV ദൃശ്യങ്ങളാണ്? ഇതിൽ ആളുകളെ ഈ മർദ്ദിക്കുന്നത് ആന്റണിയുടെ നേതൃത്വത്തിലാണോ? ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകുമോ? ആര്യ, ആ റിലീസ് ദിവസം ആ പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കും തിരക്കിനും തൊട്ട് പിന്നാലെയുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്ന CCTV ദൃശ്യം. അതിൽ കാണാം ഒരു സ്ത്രീയെ എടുത്ത് പൊക്കി കൊണ്ടുപോകുന്നത്, 4 പേർ ചേർന്ന് എടുത്ത് പൊക്കി കൊണ്ടുപോകുന്നത് കാണാം. അതിലൊരു പോലീസുകാരനും ഉണ്ട്. ഏതായാലും ഈ തിക്കിലും തിരക്കിലും പെട്ട മരിച്ച രേവതിയെയാണ് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനുശേഷമാണ് അവരെ പുറത്തു പോയി അവർക്ക് CPR കൊടുത്ത് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകുന്നത്. വലിയ തിക്കും തിരക്കും ആ ഒരു കോറിഡോറിൽ ഉണ്ടാകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതിൽ ഒരാൾ വടി ഉപയോഗിച്ച് ഈ ആരാധകരെ തല്ലുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. ഇത് ആന്റണി എന്ന് പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ നൽകുന്ന അവരെ കൈകാര്യം ചെയ്യുന്ന മാനേജറാണ്. അദ്ദേഹമാണ് അന്ന് അല്ലു അർജുൻ്റെ സ്വകാര്യ സുരക്ഷാ ഏജൻസിയായി വന്നിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുള്ള ആൾ. അദ്ദേഹമാണ് ഇങ്ങനെ ആളുകളെ വടി ഉപയോഗിച്ചൊക്കെ അടിക്കുന്നത്. ഇതിന് ശേഷം പല ഇയാൾ കേസിൽ 1-ാം പ്രതി കൂടിയാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം അല്ലു അർജുൻ്റെ ഒപ്പം ജാമ്യം കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ദൃശ്യങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു പരിപാടിക്കിടയിൽ നിന്നാണ് ഇയാളെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഏതായാലും അല്ലു അർജുൻ്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറോളം അദ്ദേഹത്തെ ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. ACP കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. പല ചോദ്യങ്ങളോടും അദ്ദേഹം മൗനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം എന്നുള്ളതാണ് പോലീസ് സോഴ്സുകൾ നൽകുന്ന വിവരം. അതായത് ഈ റോഡ് ഷോയായിട്ട് ഇവിടെ വന്നിട്ടില്ല തുടങ്ങിയ വാദങ്ങളാണ് അല്ലു അർജുൻ ഉയർത്തിയിരുന്നത്. പക്ഷേ പോലീസ് ദൃശ്യങ്ങൾ സഹിതം ഇത് ഖണ്ഡിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതോടൊപ്പം തന്നെ ഈ യുവതി മരിച്ച വിവരം എപ്പോഴാണ് അറിഞ്ഞത് എന്ന് അല്ലു അർജുനോട് ചോദിക്കുന്നു. അതിനും മൗനമായിരുന്നു ഉത്തരം. ACP നേരിട്ടാണ് അദ്ദേഹത്തോട് ഈ യുവതി മരിച്ചിട്ടുണ്ടെന്നും ഉള്ള വിവരം അറിയിക്കുന്നത്. പക്ഷേ സിനിമ കഴിഞ്ഞ് മാത്രമേ താൻ ഇറങ്ങുന്നുള്ളൂ എന്നുള്ള മറുപടിയാണ് അല്ലു അർജുൻ നൽകിയത് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ അല്ലു അർജുൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഏതായാലും ഈ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അല്ലു അർജുൻ ഇപ്പോൾ വീട്ടിൽ പോകാൻ അനുവദിച്ചിരിക്കുന്നത്. അടുത്തൊരു പടി എന്നുള്ളത് സന്ധ്യ തിയേറ്ററിലെത്തിച്ച് ഈ അപകടം നടന്ന സന്ധ്യ തിയേറ്ററിലെത്തിച്ച് തെളിവെടുപ്പ് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. നടനെ ഇപ്പോൾ ജാമ്യത്തിലാണ്. അദ്ദേഹത്തെ ഇപ്പോൾ വീട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ തിരിച്ച് സന്ധ്യ തിയേറ്ററിൽ തെളിവെടുപ്പ് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ആന്റണി ഉൾപ്പെടെ അവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ തെലങ്കാന പോലീസ് ഇക്കാര്യത്തിൽ യാതൊരുവിധ VIP പരിഗണനയും അല്ലു അർജുന് നൽകിയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെയും നിലപാട് അതുതന്നെയാണ്. ഒരു വേളയിൽ ഈ അല്ലു അർജുനോടുള്ള വ്യക്തിവിദ്വേഷം മുഖ്യമന്ത്രി തീർക്കുകയാണ് എന്നുള്ള ഒരു ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. അത് BRSഉം BJPയും പ്രതിപക്ഷ പാർട്ടികൾ ഇത് ശക്തമായിട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അല്ലു അർജുൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് തന്നെ ഒരുപക്ഷെ സന്ധ്യ തിയേറ്ററിൽ തെളിവെടുപ്പ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും